ശാന്തമായിട്ട് പരിശുദ്ധ അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കാം. സ്ലീഹന്മാരെല്ലാവരും പരിശുദ്ധ അമ്മയോടൊപ്പം പ്രാർത്ഥിച്ചപ്പോൾ അവരെല്ലാവരും പരിശുദ്ധാത്മാവിനെ സ്വന്തമാക്കി. ആ അമ്മയോട് ചേർന്ന് നമുക്കും പ്രാർത്ഥിക്കാം, ഒരുമിച്ച് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, ആമേ പോരാ, ആമേ പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ആ വലത് കൈ ഒന്ന് ഉയർത്തിപ്പിടിച്ച്, വലത് കൈ, എന്നിട്ട് നിങ്ങളുടെ തലയിൽ ഇങ്ങനെ കമഴ്ത്തി വെച്ച് അടുത്തിരിക്കുന്ന ഒരു 100 പേരുകൾക്ക് സ്വരമുയർത്തി, എത്രത്തോളം സ്വരമുയർത്താൻ പറ്റുമോ അത്രയേറെ സ്വരമുയർത്തിയിട്ട് പറഞ്ഞ്, ഞാനൊരു അനുഗ്രഹമാണ്, ഞാനൊരു നന്മയാണ്, ഞാനൊരു നല്ല കുട്ടിയാണ്. അതേ കൈകൾ തന്നെ ഒന്നുകൂടി ഉയർത്തിയിട്ട് തൊട്ടടുത്ത് നിൽക്കുന്ന ആളുടെ തലയിൽ വെച്ച് ഫേസ് ടു ഫേസ് ഈ 2 പേരും മുഖത്തോട് മുഖം നോക്കി നിൽക്കുക. ആരെങ്കിലും ഒറ്റയ്ക്കുണ്ടെങ്കിൽ പുറകിലേക്ക് നോക്കുക, അല്ലെങ്കിൽ 3 പേരായിട്ട് നിൽക്കുക. ഒറ്റയ്ക്കുണ്ടെങ്കിൽ അല്ലെങ്കിൽ 3 പേരായിട്ട് നിൽക്കുക. മോനെ 3 പേരായിട്ട് നിൽക്കുക, 3 പേരായിട്ട് റൗണ്ട് 3 പേരായിട്ട് നിൽക്കുക. മോളെ നീ ഇവളുടെ തലയിൽ ഇവളുടെ ഓക്കെ, മോളെ ഇവളുടെ തലയിൽ ഓ അവളെ ഒറ്റപ്പെടുത്തി ഇവർ വെച്ച് ഓക്കെ സെറ്റായില്ലേ? ഓക്കെ. ഇനി ആ കൂട്ടുകാരത്തിൻ്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ഒന്ന് ചിരിച്ചുകൊണ്ട് വലിയ സന്തോഷത്തോടെ ഒന്ന് പറഞ്ഞ്, നീ ഒരു അനുഗ്രഹമാണ്, നീ ഒരു നന്മയാണ്, ദൈവം നിന്നെ സ്നേഹിക്കുന്നുണ്ട്. ആ കണ്ണുകളിലേക്ക് നോക്കിയിട്ട് സ്നേഹത്തോടെ ഒന്ന് പറഞ്ഞേ, ഗോഡ് ബ്ലെസ് യു. ഓക്കെ, നേരെ നോക്കാം. പറഞ്ഞേ ഹല്ലേലൂയാ. നിങ്ങൾക്ക് നല്ലൊരു കൈയടി കേട്ടോ, നല്ലൊരു കൈയടി. ഇനി എന്തിനാണ് കൈയടി തന്നതെന്നറിയാവോ? എന്തിനാണ് കൈയടി തന്നതെന്നറിയാവോ? അറിയത്തില്ല? അറിയണോ? വേറെ ഒന്നും കൊണ്ടല്ല, ജീവിതത്തിൽ ആദ്യമായിട്ടല്ലേ ഒരാളുടെ മുഖത്ത് നോക്കി ഇത്രയും നല്ല വാക്കുകൾ പറഞ്ഞത്, അതുകൊണ്ടാണ് കേട്ടോ. ഓക്കെ, പറഞ്ഞേ ഹല്ലേലൂയാ. പോരാ, നന്ദി പറഞ്ഞേ ഹല്ലേലൂയാ. ഇരിക്കാം കേട്ടോ, ഇരിക്കാം. ഞാൻ ആദ്യമേ തന്നെ നിങ്ങളോട് ഒരു 2 ചോദ്യം ചോദിക്കുക. എല്ലാ ക്ലാസ്സിൻ്റെ ഇടയിൽ ഒരു 2 ചോദ്യം ഉണ്ടല്ലേ? ഓക്കെ, 2 ചോദ്യം ചോദിക്കുകയാണ്. കുഴപ്പമുണ്ടോ? വാ തുറക്കൂ. കുഴപ്പമുണ്ടോ? ഇല്ല. ഓക്കെ, ഒന്നാമത്തെ ചോദ്യം ഇതാണ്, ആരാണ് പരിശുദ്ധാത്മാവ്? ആരാണ് പരിശുദ്ധാത്മാവ്? പ്രാവ്. പ്രാവിൻ്റെ രൂപത്തിൽ വന്ന ആളാണ് അല്ലേ? ഓക്കെ, ആരാണ് പരിശുദ്ധാത്മാവ്? അങ്ങനെ ഒന്നുമില്ല കേട്ടോ, ഞാൻ ഈ നാട്ടുകാരത്തിയല്ല അല്ലേ? ഓക്കെ, മോനെ ആരാണ് പരിശുദ്ധാത്മാവ്? മിണ്ടിപ്പോരുത്, തട്ടിക്കളയുന്നു ഞാൻ കേട്ടോ. ഓക്കെ, മോനെ കന്നടക്കാരാ, ആരാണ് പരിശുദ്ധാത്മാവ്? അങ്ങനെ ഒന്നുമില്ല കേട്ടോ, ആരൊക്കെയാണ് അല്ലേ? ഓക്കെ, ഇങ്ങോട്ട് പോവാം. ആരാണ് പരിശുദ്ധാത്മാവ്? ദൈവത്തിൻ്റെ ആത്മാവ്. ഓക്കെ, ആരാണ് പരിശുദ്ധാത്മാവ്? ദൈവം. ഓക്കെ, ആരാണ് പരിശുദ്ധാത്മാവ്? ഓക്കെ മക്കളെ, ദൈവത്തിൻ്റെ ആത്മാവ് അല്ലെങ്കിൽ പ്രാവിൻ്റെ രൂപത്തിൽ വന്ന ആൾ, അങ്ങനെ പല ഉത്തരങ്ങളൊക്കെ നമുക്കുണ്ട്. നമുക്ക് സിമ്പിളായിട്ട് പറയാൻ പറ്റും കേട്ടോ മക്കളെ. വേറെ ഒന്നുമല്ല, പരിശുദ്ധാത്മാവ് ആരാണ്? ദൈവമാണ്. പരിശുദ്ധാത്മാവ് ദൈവമാണ്. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്, ഉറക്കെ പറ, ത്രിയേക ദൈവം കണ്ടോ മക്കളെ. അപ്പോൾ നമ്മൾ ഒരു കാര്യം ഓർത്തേക്കുക, പരിശുദ്ധാത്മാവ് ദൈവമാണ്. ഇനി എൻ്റെ അടുത്തൊരു ചോദ്യം ഇതാണ്, പരിശുദ്ധാത്മാവിനെ നമുക്ക് കിട്ടിയിട്ടുണ്ടോ? പരിശുദ്ധാത്മാവിനെ നമുക്ക് കിട്ടിയിട്ടുണ്ടോ? എപ്പോഴാണ് കിട്ടിയത്? നേരത്തെ ചേട്ടൻ പറഞ്ഞായിരുന്നു, മാമോദീസായിലൂടെയും തൈലാഭിഷേകത്തിലൂടെയും നമ്മുടെ ഉള്ളിൽ വന്ന പരിശുദ്ധാത്മാവെന്ന് പറഞ്ഞായിരുന്നു അല്ലേ? ഓക്കെ മക്കളെ, പരിശുദ്ധാത്മാവിനെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. എപ്പോഴാണ്? മാമോദീസായിലൂടെ കത്തോലിക്ക തിരുസഭയിൽ അംഗമായപ്പോൾ തന്നെ പരിശുദ്ധാത്മാവിനെ നമുക്ക് എല്ലാവർക്കും ലഭിച്ചിട്ടുണ്ട്. എല്ലാവരുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവുണ്ട്. അതിനുശേഷം നമ്മളിൽ നിന്നും ഒരിക്കലും വിട്ടുപോകാത്ത രീതിയിൽ സ്ഥിരമായിട്ട് കൂട്ടി ഉറപ്പിച്ചു മറ്റൊരു കുദാശയിലൂടെ. ഏത് കുദാശയിലൂടെയാണ്? തൈലാഭിഷേകത്തിലൂടെ. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ഉള്ളിൽ ആരുണ്ട്? പറ ആരുണ്ടോ? പറഞ്ഞേ ഹല്ലേലൂയ. പോരാ, നന്ദി പറഞ്ഞേ ഹല്ലേലൂയ. അപ്പോൾ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിലുണ്ട്. പരിശുദ്ധാത്മാവ് ദൈവമാണ്.
എൻ്റെ അടുത്ത ചോദ്യം ഇതാണ്, ആ പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കാറുണ്ടോ? എൻ്റെ പൊന്നു ചേട്ടാ, ഈശോടെ പോലും പ്രാർത്ഥിക്കാറില്ല, പിന്നീട് പരിശുദ്ധാത്മാവിനോടല്ലേ? ഓക്കെ, പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കാറുണ്ടോ? ഈ തലയാട്ടുമ്പോൾ രണ്ടുണ്ട്. ഓഹോ അല്ലേ, തലയാട്ടരുത് കേട്ടോ. ഓക്കെ, പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കാറുണ്ടോ? ഓ, അങ്ങനെയൊന്നുമില്ല ചേട്ടാ അല്ലേ. പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കാറുണ്ടോ? ഉണ്ട്. എപ്പോൾ പ്രാർത്ഥിക്കാറുണ്ട്? അങ്ങനെ പറയരുത്. പരീക്ഷ സമയത്ത് പരിശുദ്ധാത്മാവേ എൻ്റെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ, കാരണം നല്ല മാർക്ക് വേണമല്ലോ അല്ലേ. ഓക്കെ മക്കളെ, നമ്മൾ പരിശുദ്ധാത്മാവിന് പ്രാർത്ഥിക്കുന്ന സമയമുണ്ട്. ഒറ്റ പ്രാർത്ഥന മാത്രമേ. എപ്പോഴാണെന്നറിയാവോ? നമ്മൾ സന്ധ്യപ്രാർത്ഥന തുടങ്ങുന്നതിന് മുമ്പ് ഒരു പാട്ടുണ്ട് അല്ലേ, പരിശുദ്ധാത്മാവേ നീയേഴും നുള്ളി വരണമേ എൻ്റെ ഹൃദയത്തിൽ അല്ലേ. ഈ പാട്ട് പാടുന്ന സമയത്ത് തന്നെ ഈ പാട്ട് പാടുമ്പോൾ തന്നെ പരിശുദ്ധാത്മാവ് എന്ത് ചെയ്യും? സ്വർഗത്തിൽ നിന്ന് കേൾക്കുമ്പോൾ തന്നെ പരിശുദ്ധാത്മാവിന് ഇരിക്കപ്പെടുകയില്ല. പരിശുദ്ധാത്മാവ് പിതാവിനോടും പുത്രനും പറയും, ദേ എൻ്റെ മക്കളെന്നെ വിളിക്കുക, ഞാൻ പോകുക, ടാറ്റാ എന്ന് പറഞ്ഞ് അവിടെ നിന്ന് നേരെ നമ്മുടെ വിളിയും കേട്ട് പരിശുദ്ധാത്മാവ് നമ്മുടെ ഇടയിലേക്ക് വരികയാണ്. പക്ഷെ നമ്മുടെ അടുത്ത സ്റ്റെപ്പ് എന്താ? നമ്മൾ ആ പാട്ട് കഴിഞ്ഞ ഉടനെ തന്നെ അളവില്ലാത്ത സകലന മുസ്ലിം ആ പരിശുദ്ധാത്മാവ് ഇവിടെ വന്നിട്ട് വിളിച്ച് കളിയാക്കിയതായിരുന്നാ കണ്ടോ? പരിശുദ്ധാത്മാവ് ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ എന്ന് നമ്മൾ പാടുന്നത് കേട്ടിട്ടാണ് പരിശുദ്ധാത്മാവ് വന്നത്. പക്ഷേ ആ പരിശുദ്ധാത്മാവ് വരുന്നത് കാത്തിരിക്കാനോ ആ പരിശുദ്ധാത്മാവിന് കുറച്ച് സമയം ഒന്ന് സംസാരിക്കാനോ നമ്മൾ മെനക്കെടാറില്ല. അതുകൊണ്ടാണ് നമ്മൾ ഈ ക്രിസ്തീയ മൂല്യങ്ങളനുസരിച്ച് എന്ത് പ്രോഗ്രാം ഉണ്ടെങ്കിലും അല്ലേ, എന്ത് യോഗമായിക്കോട്ടെ അല്ലെങ്കിൽ പ്രാർത്ഥന മീറ്റിംഗ് ആയിക്കോട്ടെ, എന്തുണ്ടെങ്കിലും അവിടെ ഒരു പരിശുദ്ധാത്മാവിൻ്റെ ഒരു പാട്ടുണ്ട്. അതല്ലാതെ മറ്റു ബന്ധങ്ങളിലേക്ക് പോകുന്നില്ല. മക്കളെ, പരിശുദ്ധാത്മാവിനോട് നമ്മൾ പ്രാർത്ഥിക്കണം. കാരണം അറിയോ, നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കാനായിട്ട് പരിശുദ്ധാത്മാവിന് സാധിക്കും. നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കാനായിട്ട് പരിശുദ്ധാത്മാവിന് സാധിക്കും. ചിലപ്പോൾ എൻ്റെ അസാധ്യതകളെ സാധ്യമാക്കാൻ പരിശുദ്ധാത്മാവിന് പറ്റും. എൻ്റെ അസാധ്യതകളെ കണ്ടോ? കാരണം പരിശുദ്ധാത്മാവ് നിറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് മക്കളെ സ്ലീഹന്മാരിൽ മാറ്റമുണ്ടായത്. പരിശുദ്ധാത്മാവ് നിറഞ്ഞപ്പോഴാണ് സഭയിൽ മാറ്റമുണ്ടായത്. മക്കളെ, ഞാൻ ഒരു ഉദാഹരണം പറയാം. യേശുവിൻ്റെ ശിഷ്യന്മാർ എത്ര പേരുണ്ടായിരുന്നു? 12 പേര്. യേശുവിൻ്റെ ശിഷ്യന്മാരിൽ യേശു ഏറ്റവും അധികം സ്നേഹിച്ച ശിഷ്യനാരായിരുന്നു? യോഹന്നാൻ. എന്നാൽ ഈ ശിഷ്യന്മാരിൽ പ്രധാനി ആരായിരുന്നു? പത്രോസ്. ആ പത്രോസിൻ്റെ ജീവിതം പരിശോധിച്ച് നോക്കാം കേട്ടോ മക്കളെ. ഈ സ്ലീഹന്മാരെല്ലാവരും, പത്രോസ് ഉൾപ്പെടുന്ന എല്ലാ സ്ലീഹന്മാരും, മോനെ ആ മുതിർന്ന ആൾ ഇവിടെ ശ്രദ്ധിക്കുക, ചെറിയ കുഞ്ഞുങ്ങളെ കൂടെ കളിക്കാൻ വേണ്ടി പോകല്ലേ. ഓക്കെ, ശ്രദ്ധിക്കുക കേട്ടാ. ഓക്കെ മക്കളെ, ഈ പത്രോസ് ഉൾപ്പെടുന്ന എല്ലാ സ്ലീഹന്മാരും മക്കളെ യേശു മരിക്കുന്നത് വരെയും ജീവിച്ചത് ഒരു സാധാരണ മനുഷ്യനെ പോലെയാണ്. സാധാരണ മനുഷ്യൻ എങ്ങനെ ചിന്തിക്കുന്നുവോ, സാധാരണ മനുഷ്യൻ എങ്ങനെ സംസാരിക്കുന്നുവോ, എങ്ങനെ പെരുമാറുന്നോ ആ രീതിയിലാണ് അവർ ജീവിച്ചത്. യേശുവിൻ്റെ കൂടെ നടന്നവരാണ്, യേശു ചെയ്ത അത്ഭുതങ്ങൾ കണ്ടവരാണ്, യേശുവിൻ്റെ കൂടെ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചവരാണ്, യേശുവിനോട് പറ്റിച്ചേർന്ന് നടന്നവരാണ്. പക്ഷേ യേശു മരിക്കുന്നത് വരെയും അവർ ജീവിച്ചത് വെറും സാധാരണ മനുഷ്യരായിട്ടാണ്. പക്ഷെ അവരുടെ ജീവിതം മാറിയത് സെഹയോൻ മാളികയിൽ അമ്മയോടൊപ്പം പ്രാർത്ഥിച്ച് പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചു കഴിഞ്ഞപ്പോഴാണ് അവരുടെ ജീവിതം മാറിയത്. മക്കളെ, ഞാൻ പറയാൻ കാരണം അറിയോ, പത്രോസിന്റെ ജീവിതം നോക്കൂ. ഓരോരുത്തരും നോക്കാം. നമുക്ക് പത്രോസിന് നോക്കാം. പത്രോസിന്റെ വീട്ടിലേക്ക് ആദ്യമായിട്ട് ഈശോ കടന്നു ചെന്നതായിട്ട് ബൈബിളിൽ ഒരൊറ്റ കാര്യം പറയുന്നുണ്ട്. എപ്പോഴാണെന്നറിയാവോ? എപ്പോഴാണെന്നറിയാവോ? പത്രോസിന്റെ വീട്ടിലേക്ക് ഈശോ ചെന്നതായിട്ട് ബൈബിളിൽ ഒരേ ഒരു കാര്യം പറയുന്നുണ്ട്. എപ്പോഴാ? ആര് പറയാൻ പറ്റും? അമ്മായിയമ്മയ്ക്ക് പനി ബാധിച്ച് കിടന്നപ്പോൾ ഈശോ ചെന്നിട്ടാണ് ആ അമ്മായിയമ്മയെ സൗഖ്യപ്പെടുത്തിയത്. മക്കളെ, ഒന്ന് ചിന്തിച്ച് നോക്കേ. അന്ന് വെറും രോഗലക്ഷണം മാത്രമാണ്, ഒരു പനി എന്നൊക്കെ പറയും. ഇപ്പം ഇന്നാണ് ഡെങ്കിപ്പനി അല്ലെങ്കിൽ പലതരത്തിലുള്ള പനികളുണ്ട്. പക്ഷെ അന്ന് വെറും ഒരു പനി ബാധിച്ച് കിടന്നിട്ട് മക്കളെ ഒന്ന് ചിന്തിച്ച് നോക്കണം കേട്ടോ. പത്രോസിന് ആ ഒരു കാര്യത്തിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. ആ ഒരു കാര്യത്തിൽ ഒന്നും ചെയ്യാൻ പറ്റിയില്ല. പക്ഷേ അവിടെ യേശു ചെന്നാണ് പത്രോസിൻ്റെ അമ്മായിയമ്മയെ സുഖപ്പെടുത്തിയത്. ഇനി അതിനുശേഷം ഇങ്ങനെ സ്ലീഹന്മാരോടൊപ്പം ഈശോ ഇങ്ങനെ നടന്നു പോകുക.
ഇങ്ങനെ നടന്നു പോകുന്ന സമയത്ത് ഒരു സ്ഥലത്ത് ഈ സ്ലീഹന്മാരെ കൂടെ ഇരിക്കുമ്പോൾ ഈശോ ഈ ശിഷ്യന്മാരോട് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. അതെ, മറ്റു പലരും ഞാൻ ഇന്നതൊക്കെയാണെന്ന് പറയുന്നുണ്ട്, നിങ്ങൾ പറ ഞാൻ ആരാണെന്ന്. പത്രോസിന് സ്വഭാവമുണ്ട്, ചാടിക്കയറി ഉത്തരം പറയും. പത്രോസ് ഉടനെ എന്നാ ഉത്തരം പറഞ്ഞു? നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ മോനെ കുഞ്ഞേടാ ആ കണ്ണ് നേരെ കേട്ടോ. ഓക്കെ, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണ്. കണ്ടോ, ചാടിക്കയറി ഉത്തരം പറഞ്ഞു. ഈശോ പറഞ്ഞു മിടുക്കനാണ് കേട്ടാ. എന്നിട്ട് പറയുകയാണ്, പത്രോസേ നീ പാറയാണ്, ഈ പാറമേൽ എൻ്റെ പല്ല് ഞാൻ പണിയുമെന്ന് പറഞ്ഞുകൊണ്ട് സഭയുടെ ആദ്യത്തെ മാർപ്പാപ്പയായിട്ട് പത്രോസിനെ ഉയർത്തി. പത്രോസാണ് ഭയങ്കര സംഭവമായി. എന്താ അത് കഴിയുമ്പോൾ 2 പാരഗ്രാഫ് കഴിയുമ്പോൾ മക്കളെ ഈശോ തൻ്റെ പീഡാനുഭവത്തിൻ്റെ ആദ്യഘട്ടം പറയുന്നുണ്ട്. ആ സമയത്ത് ഈശോ പറഞ്ഞ് എന്നെ ഇപ്പോൾ അവർ ബന്ധിക്കും, എന്നെ ക്രൂശിക്കാൻ വേണ്ടി കൊണ്ടുപോകും. ഇതെല്ലാം പറയുമ്പോൾ പത്രോസിന് ആകെ സങ്കടമായി. പത്രോസിന് സങ്കടമായിട്ട് സ്നേഹം കൊണ്ട് പത്രോസ് ഒരു ഡയലോഗ് അവിടെ പറയുന്നുണ്ട്. എന്നാ പറഞ്ഞേ? ഗുരു നിനക്കിത് സംഭവിക്കാതിരിക്കട്ടെ. സ്നേഹം കൊണ്ട് പറഞ്ഞതാ. പക്ഷെ അതിന് ഈശോ എന്ത് മറുപടിയാണ് പറഞ്ഞേ? സാത്താനെ മാറിക്കടാ, നീ എനിക്ക് പ്രതിബന്ധമാ. കണ്ടോ, തൊട്ട് മുൻപ് നീ സഭയുടെ അധിപനാണെന്ന് പറഞ്ഞുകൊണ്ട് മാർപ്പാപ്പയായിട്ട് ഉയർത്തിയതാ. പക്ഷെ അടുത്ത സെക്കൻഡ് കഴിയുമ്പോൾ പറയാ സാത്താനെ മാറിക്കടാ. മക്കൾ എന്താണെന്നറിയോ? പത്രോസ് ചിന്തിച്ചതും പത്രോസ് സംസാരിച്ചതും എല്ലാം ഒരു സാധാരണ മനുഷ്യൻ എങ്ങനെ ചിന്തിക്കുന്നുവോ, ഒരു സാധാരണ മനുഷ്യൻ എങ്ങനെ സംസാരിക്കുന്നോ ആ രീതിയിലാണ്. ഇനി കുറച്ച് കഴിയുമ്പോൾ ഈശോ തൻ്റെ പീഡാനുഭവത്തിൻ്റെ 2ാം ഘട്ടം പറയുന്നുണ്ട്. ആ സമയത്ത് ഈശോ പറയുന്നുണ്ട്, നിങ്ങളെല്ലാവരും എന്നിൽ ഇടറിയോടും. പത്രോസിന് സഹിക്കാൻ പറ്റില്ല. പത്രോസ് അതിനൊരു മറുപടി പറയുന്നുണ്ട്. എന്നാ പറഞ്ഞേ? ആരെല്ലാം പോയാലും ഞാൻ പോകത്തില്ല. പത്രോസ് പറയുക, ആരെല്ലാം പോയാലും ഞാൻ പോകത്തില്ല കേട്ടാ, ഞാൻ പോകത്തില്ല. അതിന് ഈശോ എന്ത് മറുപടി പറഞ്ഞേ? എന്താ പറഞ്ഞേ? ഇന്ന് കോഴി കൂവുന്നതിന് മുമ്പ് നീ എന്നെ 3 പ്രാവശ്യം തള്ളിപ്പറയും. പത്രോസ് പറഞ്ഞു ഇല്ല, പോകത്തില്ല. മക്കളെ, പിന്നെ നമ്മൾ കാണുന്നുണ്ട്, വെറും വേലക്കാരി സ്ത്രീയുടെ മുമ്പിൽ തൻ്റെ ജീവനൊന്ന് സംരക്ഷിച്ച് പിടിക്കാൻ വേണ്ടിയിട്ട് പത്രോസ് പറയുക, ഞാൻ അവനെ അറിയത്തില്ല. കണ്ടോ, അറിയത്തില്ല എന്ന് പറഞ്ഞ് ശപിക്കുന്ന പത്രോസിനെ നമ്മൾ ബൈബിളിൽ കാണുന്നുണ്ട്. അതുകൊണ്ട് ചേട്ടൻ പറഞ്ഞത്, മക്കളെ, യേശു മരിക്കുന്നത് വരെയും പത്രോസ് ഉൾപ്പെടുന്ന എല്ലാ സ്ലീഹന്മാരും ഈശോയുടെ കൂടെ നടന്ന എല്ലാവരും മക്കളെ ജീവിച്ചത് വെറും സാധാരണ മനുഷ്യനായിട്ടാണ്. പക്ഷേ അവരുടെ ജീവിതം മാറിയത്, അവരൊരു അസാധാരണ വ്യക്തിത്വമുള്ളവരായി മാറിയത് മക്കളെ പരിശുദ്ധാത്മാവ് നിറഞ്ഞു കഴിഞ്ഞപ്പോൾ. കണ്ടോ മക്കളെ, സെഹീൻ മാളികയിൽ അവരെല്ലാവരും കൂടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ കാണുന്നുണ്ട്, തീനാളങ്ങളുടെ രൂപത്തിൽ അവരെല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞു. തീനാളങ്ങളുടെ രൂപത്തിൽ അവരെല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞു. മക്കളെ, പരിശുദ്ധാത്മാവ് നിറഞ്ഞു കഴിഞ്ഞപ്പോൾ പത്രോസ് ആദ്യം ചെയ്ത ഒരു കാര്യം ഇതാണ്. പുറത്തേക്ക് ഇറങ്ങിയിട്ട് അവിടെ കൂടിയിരുന്ന ഏകദേശം 3000-ഓളം ജനങ്ങളോട് വിളിച്ചു പറയുകയാണ്, നിങ്ങൾ മരത്തിൽ തൂക്കിക്കൊന്ന ക്രിസ്തു അവൻ ദൈവമാണ്. കണ്ടോ, വേലക്കാരി സ്ത്രീയുടെ മുമ്പിൽ തൻ്റെ ജീവൻ ഒന്ന് രക്ഷിച്ചു പിടിക്കാൻ വേണ്ടിയിട്ട് പറയുക, എനിക്കറിയത്തില്ല എന്ന് പറഞ്ഞവനാണ് 3000-ഓളം ജനങ്ങളോട് ഉറക്കെ പറയുക, യേശു ദൈവമാ. അവിടെ മാറി അവൻ്റെ ജീവിതം. മക്കളെ, പത്രോസിൻ്റെ അമ്മായിയമ്മയ്ക്ക് പനി ബാധിച്ച് കിടന്നിട്ട് പോലും ഒന്നും ചെയ്യാൻ പറ്റാതിരുന്ന പത്രോസ് പരിശുദ്ധാത്മാവ് നിറഞ്ഞ് ജീവിക്കാൻ തുടങ്ങിയപ്പോൾ മക്കളെ, പത്രോസിനെ നിഴൽ വീണവർ പോലും സൗഖ്യം പ്രാപിക്കുന്ന അനുഭവം ഉണ്ടായി. കണ്ടോ, പത്രോസിനെ തൂവാലെ തൊട്ടവർ സൗഖ്യം പ്രാപിക്കുക. പത്രോസ് നടന്നു പോകുന്ന വഴിയിൽ പത്രോസിൻ്റെ നിഴൽ വീഴുന്ന ഭാഗത്ത് ജനങ്ങളെ, രോഗികളെ കൊണ്ടുവന്ന് കിടക്കുക. പത്രോസിനെ നിഴൽ വീണ് സൗഖ്യം പ്രാപിക്കുന്നു. പത്രോസിനെ തൂവാലയെ തൊട്ട് സൗഖ്യം പ്രാപിക്കുന്നു. കണ്ടോ, ഒരിക്കൽ
പ്രാർത്ഥിക്കാൻ വേണ്ടി ദേവാലയത്തിലേക്ക് പോകുമ്പോൾ സുന്ദര കവാടത്തിൽ നിന്നുകൊണ്ട് ഒരു ജന്മനാ മുടന്തനായ മനുഷ്യൻ ഭിക്ഷയാചിക്കുക, സഹോദരങ്ങളെ വല്ലതും തരണേ. പത്രോസ് അവിടെ നിന്ന് കഴിഞ്ഞപ്പോൾ ആ മനുഷ്യന് സന്തോഷമായി. കാരണം ഇവർ നിന്നിട്ടുണ്ട്, എന്തെങ്കിലും ഇട്ടിട്ടേ പോകത്തുള്ളൂ. പക്ഷേ പത്രോസ് തിരിഞ്ഞിട്ട് ആ മുടന്തനോട്, ജന്മനാ മുടന്തനായ മനുഷ്യനോട് പറയുന്നുണ്ട്, അതേ, നിനക്ക് തരാനായിട്ട് ഞങ്ങളുടെ പക്കൽ സ്വർണമോ വെള്ളിയോ ഒന്നുമില്ല കേട്ടാ. എന്നിട്ട് പറയുക, അതേ ഞങ്ങളുടെ കയ്യിലുള്ള തരിക, നസ്രാനായ യേശുവിൻ്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്കുക. മക്കളെ, ജന്മനാ മുടന്തനായ മനുഷ്യൻ ചാടി ഓടി നടന്നു പോകുക. കണ്ടോ മക്കളെ, അസാധാരണ വ്യക്തിത്വത്തിലേക്കുള്ള മാറ്റം പരിശുദ്ധാത്മാവിനെ തിരിച്ചറിഞ്ഞുകൊണ്ട് ജീവിക്കാൻ തുടങ്ങിയപ്പോൾ സംഭവിച്ചു. പറഞ്ഞ ഹാലലുയാ, ഉച്ചത്തിൽ പറ ഹാലലുയാ, ജീവന് പറ ഹാലലുയാ. മക്കളെ, വെറും വേലക്കാരി സ്ത്രീയുടെ മുമ്പിൽ തൻ്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട് അറിയില്ല എന്ന് പറഞ്ഞ് തള്ളി പറഞ്ഞവനാ. പക്ഷേ യേശുവിനെ പ്രഘോഷിച്ചതിൻ്റെ പേരിൽ വധിക്കാൻ വേണ്ടി കൊണ്ടുപോവുക. സഭാചരിത്രം പഠിക്കുമ്പോൾ നമുക്കറിയാൻ പറ്റും, പത്രോസിൻ്റെ മരണം തല കീഴായി കുരിശ് തറക്കപ്പെട്ട, തല കീഴായി കുരിശ് തറക്കപ്പെട്ടുകൊണ്ടാണ് പത്രോസ് മരിച്ചത്. കണ്ടോ മക്കളെ, സാധാരണ വ്യക്തിത്വത്തിൽ നിന്നും അസാധാരണ വ്യക്തിത്വത്തിലേക്ക് നമ്മെ മാറ്റാനായിട്ട് പരിശുദ്ധാത്മാവിന് സാധിക്കും. മക്കളെ, ഇന്ന് വരെയും ഞാൻ ജീവിച്ചതും ഞാൻ നടന്നതും ഞാൻ സഞ്ചരിച്ചതും ഒരു സാധാരണ മനുഷ്യനായിട്ടായിരിക്കാം. എൻ്റെ ചിന്തകളെല്ലാം ഒരു സാധാരണ മനുഷ്യൻ എങ്ങനെ ചിന്തിക്കുന്നുവോ, എൻ്റെ സ്വപ്നങ്ങളെല്ലാം ഒരു സാധാരണ മനുഷ്യൻ എങ്ങനെ സ്വപ്നം കാണുന്നുവോ, എൻ്റെ കൂട്ടുകെട്ടുകളും എൻ്റെ സന്തോഷങ്ങളും എല്ലാം ഒരു സാധാരണ മനുഷ്യൻ എങ്ങനെ കാണുന്നുവോ, അങ്ങനെയായിരുന്നുവെങ്കിൽ മക്കളെ, പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് ജീവിക്കാൻ തുടങ്ങുമ്പോൾ നമ്മുടെ സ്വപ്നങ്ങൾ വീണ്ടും ചിറകൾ മുളക്കാൻ തുടങ്ങും. നമ്മുടെ സ്വപ്നങ്ങൾ നന്മയായി മാറാൻ സാധിക്കും. പരിശുദ്ധാത്മാവ് നിറഞ്ഞ് ജീവിക്കാൻ തുടങ്ങണം. അതുകൊണ്ടാണ് ചേട്ടൻ നിങ്ങളോട് പറഞ്ഞത്, മക്കളെ, ഞാൻ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഒരു 5 മിനിറ്റെങ്കിലും ഞാൻ എൻ്റെ ബെഡിലിരുന്ന് ഞാൻ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ട്, പരിശുദ്ധാത്മാവ് ദൈവമേ ഞാനിങ്ങനെ സ്നേഹിക്കുന്നുണ്ട്, പരിശുദ്ധാത്മാവ് ദൈവമേ ഞാനിങ്ങനെ സ്നേഹിക്കുന്നുണ്ട്. കാരണം അറിയോ മക്കളെ, ഞാൻ ഏകദേശം 31 വർഷമായി ഞാൻ കുട്ടികൾക്ക്, യുവജനങ്ങൾക്ക് ക്ലാസ് എടുക്കാൻ വേണ്ടി പോകുന്നത്. അപ്പം നിങ്ങൾ വിചാരിക്കും എന്ത് പ്രായം ഉണ്ടാകുമെന്ന്. 46 വയസ്സുണ്ട്. 15ാമത്തെ വയസ്സിൽ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയം തൊട്ട് ഞാൻ സുവിശേഷം പ്രഘോഷിക്കുന്നതാണ്. ആദ്യത്തെ 3 വർഷം ഞാൻ ചിറ്റൂർ ധ്യാനകേന്ദ്രത്തിൽ മുതിർന്നവർക്കായിരുന്നു ഞാൻ ക്ലാസ് എടുക്കാനൊക്കെ പോയിക്കൊണ്ടിരുന്നത്. പക്ഷെ അതിനുശേഷം എൻ്റെ വിളി കുട്ടികളുടെ ഇടയിലാണ് എന്ന് തിരിച്ചറിഞ്ഞപ്പോൾ മക്കളെ, 18ാമത്തെ വയസ്സ്, അതായത് 18ാമത്തെ വയസ്സിലാണ് ഞാൻ മാമോദിസ സ്വീകരിക്കുന്നത്. ആ 18ാമത്തെ വയസ്സ് മുതൽ മക്കളെ ഞാൻ കുട്ടികളുടെ ഇടയിൽ, മോളെ നേരെ ഇരുന്നേ, കുട്ടികളുടെ ഇടയിൽ ഞാൻ ധ്യാനങ്ങൾ ചെയ്യുക. മക്കളെ, ഇത്രയും വർഷത്തിനിടയിൽ ഞാൻ പരിശുദ്ധാത്മാവിൻ്റെ ഒരുപാട് പ്രവൃത്തികൾ ഞാൻ കണ്ടിട്ടുണ്ട്. ചുമ്മാ പറയുന്നതല്ല കേട്ടോ മക്കളെ. ഇത്രയും വർഷമായിട്ടും ഇതുപോലെ നിങ്ങൾക്ക് മുമ്പിൽ ഈ അൾത്താരക്ക് മുമ്പിൽ വന്നു നിൽക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ മക്കളെ, എൻ്റെ മേന്മയൊന്നും അല്ല കേട്ടോ മക്കളെ, അത് പരിശുദ്ധാത്മാവ് നയിക്കുന്നതുകൊണ്ടാണ്. കാരണം ഞാൻ വെറും 10ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ, വലിയ വിദ്യാഭ്യാസമൊന്നുമില്ല. പക്ഷേ നിങ്ങൾക്ക് വേണ്ടി എന്ത് സംസാരിക്കണമെന്ന് പരിശുദ്ധാത്മാവിനോട് ചോദിക്കുമ്പോൾ കൃത്യമായിട്ട് തരാറുണ്ട്. അതാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. പറഞ്ഞേ ഹാലലുയാ, ഉച്ചത്തിൽ പറ ഹാലലുയാ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞ് അനുജന്മാരെ, അനുജത്തിമാരെ, നിങ്ങൾ ശ്രദ്ധിച്ചേക്കണേ. നിങ്ങൾ എന്ത് ചെയ്യണമെന്നറിയാവോ? എല്ലാ ദിവസവും രാവിലെ എഴുന്നേൽക്കുമ്പോൾ പരിശുദ്ധാത്മാവിനെ പ്രാർത്ഥിക്കണം. പരിശുദ്ധാത്മാവ് പറയണം, പരിശുദ്ധാത്മാവേ ഇന്ന ദിവസം എൻ്റെ ജീവിതത്തെ പൂർണ്ണമായിട്ട് ഞാൻ നിനക്ക് തരികയാണ്, എൻ്റെ ജീവിതത്തെ നീ നയിക്കണമേ എന്ന് നിങ്ങൾ പ്രാർത്ഥിക്കണം. അങ്ങനെ പ്രാർത്ഥിച്ച് തുടങ്ങുമ്പോൾ ഒരു ദിവസം പോലും നമ്മുടെ ജീവിതത്തിൽ ദൈവം ആഗ്രഹിക്കാത്ത കാര്യങ്ങൾ സംഭവിക്കത്തില്ല. ചിലപ്പോൾ തെറ്റിലേക്ക് പോകുന്നുണ്ടാകാം, വീണു പോകാമായിരിക്കാം. പക്ഷെ അവിടെയൊക്കെ നമ്മെ താങ്ങുന്ന ഒരു കരമായിട്ട് പരിശുദ്ധാത്മാവ് നമ്മെ കൊണ്ടു നടക്കുന്നത് കാണാൻ സാധിക്കും. പറഞ്ഞ ഹാലലുയാ പോരാ, നന്ദി പറഞ്ഞ ഹാലലുയാ. ഇനി പരിശുദ്ധാത്മാവിൻ്റെ കൂടെ നമ്മൾ ജീവിക്കുമ്പോൾ നമ്മുടെ ജീവിതം മാറും, നമ്മുടെ പഠനം മാറും, നമ്മുടെ ജീവിത അവസ്ഥകളൊക്കെ മാറും, എല്ലാം മാറും. എൻ്റെ ഒരു ജീവിതാനുഭവം ഞാൻ പറയാൻ കേട്ടോ മക്കളെ. ഞാൻ 10ാം ക്ലാസ് പഠിക്കുന്ന സമയത്ത് അന്ന് ഞാൻ മാമോദിസ ഒന്നും സ്വീകരിച്ചിട്ടില്ല. അന്ന് ജയകുമാർ തന്നെയാണ് മക്കളെ. അന്ന് പഠിക്കുന്ന സമയത്ത് ഞാൻ ഇന്നും ഓർക്കാറുണ്ട്, 10ാം ക്ലാസ് വരെയും എങ്ങനെയാണ് ഞാൻ എത്തിയതെന്ന് തമ്പുരാന് മാത്രമേ അറിയത്തുള്ളൂ, എനിക്കറിയത്തില്ല. കാരണം ഒരു വക പഠിക്കത്തില്ലായിരുന്നു. ഞാൻ എന്നും ഓർക്കുന്നൊരു കാര്യമുണ്ട്, ഒരു ക്ലാസ് പരീക്ഷ വന്നു കഴിഞ്ഞാൽ ആകെ 2 വിഷയത്തിന് മാത്രമേ ഞാൻ ജയിക്കാറുള്ളൂ. ഒന്ന് മലയാളം, അത് അന്തസ്സോടെ ഞാൻ ജയിക്കും. രണ്ടാമത് ജയിക്കുന്ന വിഷയമായിരുന്നു കെമിസ്ട്രി എന്ന് പറയുന്ന വിഷയം. ആ വിഷയത്തിന് ഞാൻ ജയിക്കും.
ബാക്കി എല്ലാ വിഷയത്തിനും ഞാൻ 8 നിലയിൽ പൊട്ടാറുണ്ടായിരുന്നു. അതിൽ എന്നെ ഏറ്റവും അധികം തവണ തല്ലി കൊള്ളിപ്പിച്ചിട്ടുള്ള, ക്ലാസ്സിൽ നിന്ന് പുറത്താക്കിയിട്ടുള്ള, പരിഹസിക്കപ്പെട്ടുള്ള വിഷയമുണ്ട്. ഏതെന്ന് പറയാൻ പറ്റുമോ? സെയിം പിച്ച്, മാത്സ് അല്ലേ? മാത്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊരു വക കണക്കായിരുന്നു. ചിലപ്പോൾ ഒരു ക്ലാസ് പരീക്ഷ വന്നു കഴിഞ്ഞാൽ 10ൽ അര മാർക്കൊക്കെ എനിക്ക് ലഭിക്കുന്നത്. അത്രയും മോശമായിരുന്നു. രണ്ടാമത്തെ വിഷയമായിരുന്നു ഇംഗ്ലീഷ് എന്ന് പറഞ്ഞാലേ എനിക്ക് മംഗ്ലീഷായിരുന്നു. ഈ 2 വിഷയങ്ങൾ കാരണം ഞാൻ ഒത്തിരി സങ്കടപ്പെട്ടിട്ടുണ്ട്, ഒത്തിരി വിഷമിച്ചിട്ടുണ്ട്. മക്കളെ, ഒരു ദിവസം കൂട്ടുകാരെല്ലാവരും കൂടി എന്നെ കളിയാക്കാൻ തുടങ്ങി. മണ്ടനാണ്, പൊട്ടനാണെന്നൊക്കെ വിളിച്ച് കളിയാക്കാൻ തുടങ്ങി. എനിക്ക് സഹിക്കാൻ പറ്റില്ല. അന്ന് വൈകുന്നേരം ഞാൻ വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ, അന്ന് ഞാൻ മാമൂദ് സ്വീകരിച്ചിട്ടില്ല, പക്ഷേ എൻ്റെ റൂമിൽ ചെറിയൊരു കുരിശുരൂപം വെച്ചിട്ടുണ്ട്. എനിക്ക് ഒരു ചേട്ടായി തന്ന ഒരു പുതിയ നിയമത്തിൻ്റെ ഒരു ചെറിയ ബൈബിളും ഉണ്ട്. അതും എൻ്റെ റൂമിൽ ഇരിപ്പുണ്ട്. അന്ന് രാത്രി ഞാനിങ്ങനെ പ്രാർത്ഥിച്ച് കുറച്ച് സമയം, ഈശോയെ, ക്ലാസ്സിലെ സകലവിധ ഉഴപ്പന്മാരും നന്നായിട്ട് പഠിച്ചു പോകുന്നുണ്ട്, ഒരു ഉഴപ്പോ ഒന്നുമില്ലാത്ത എനിക്ക് മാത്രം പഠിക്കാൻ പറ്റുന്നില്ല. ഈശോയെ, എൻ്റെ ആഗ്രഹമാണ്, വേറെ ഒന്നുമില്ല, ഒന്ന് 10ാം ക്ലാസ് ജയിച്ചാൽ മതി, എന്നെ ഒന്ന് സഹായിച്ചേക്കണമേ. മക്കൾ, ആ രാത്രിയിൽ ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ 2 വചനം കിട്ടി കേട്ടോ. 2 വചനം. അതിലൊരു വചനം ഇതായിരുന്നു, യോഹന്നാൻ ശ്ലീഹായുടെ സുവിശേഷം 14-ാം അധ്യായം 26-ഉം 27-ഉം വാക്യമാണ്. അവിടെ ഇങ്ങനെ പറയുന്നത്, എന്നാൽ എൻ്റെ നാമത്തിൽ പിതാവയക്കുന്ന സഹായകനായ പരിശുദ്ധാത്മാവ് നിങ്ങളെ എല്ലാ കാര്യങ്ങളും പഠിപ്പിക്കുകയും ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളവയെല്ലാം നിങ്ങളെ അനുസ്മരിപ്പിക്കുകയും ചെയ്യും. ആ ഒരു വചനമാണ് കിട്ടിയത്. ഒന്ന് വലത് കൈ ഒന്ന് ഉയർത്തി പിടിക്കാവോ? മുട്ടുമടക്കാതെ നിവർത്തി മുകളിലേക്ക് നന്നായിട്ട്. എന്നിട്ട് അടുത്തിരിക്കുന്ന ഒരു 50 പേരുകൾക്ക് സ്വരമുയർത്തി ഈ വചനം എന്ന് പറഞ്ഞ്, എന്നാൽ സ്വരം പോരാ, എന്നാൽ എൻ്റെ നാമത്തിൽ പിതാവയക്കുന്ന സഹായകനായ പരിശുദ്ധാത്മാവ് നിങ്ങളെ എല്ലാ കാര്യങ്ങളും പഠിപ്പിക്കുകയും ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളവയെല്ലാം നിങ്ങളെ അനുസ്മരിപ്പിക്കുകയും ചെയ്യും. കണ്ടോ മക്കളെ, പരിശുദ്ധാത്മാവിൻ്റെ, നമ്മളെല്ലാവരും വിദ്യാർത്ഥികളാണ്, നമ്മളെ സംബന്ധിച്ച് ഏറ്റവും വലിയൊരു വചനമായത്. പരിശുദ്ധാത്മാവിൻ്റെ 3 ഉത്തരവാദിത്തങ്ങൾ അവിടെ പറയുന്നുണ്ട്. നിങ്ങൾ ആ വചനം വായിച്ചിട്ട് വല്ലതും മനസ്സിലായായിരുന്നോ? ഒന്നുകൂടി ഞാൻ വായിച്ചു തരാം, നിങ്ങളൊന്ന് ഓർത്ത് നോക്കുക എന്തൊക്കെയാണ് പരിശുദ്ധാത്മ ചെയ്യുന്നതെന്ന്. എന്നാൽ എൻ്റെ നാമത്തിൽ പിതാവയക്കുന്ന സഹായകനായ പരിശുദ്ധാത്മാവ് നിങ്ങളെ എല്ലാ കാര്യങ്ങളും പഠിപ്പിക്കുകയും ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളവയെല്ലാം നിങ്ങളെ അനുസ്മരിപ്പിക്കുകയും ചെയ്യും. എന്ത് കാര്യമൊക്കെയാ? പിടികിട്ടിയോ? എന്തൊക്കെയാ? ഓക്കെ, ഒന്നാമത്തെ കാര്യം എന്താണ്? എന്നാൽ എൻ്റെ നാമത്തിൽ പിതാവയക്കുന്ന സഹായകനായ. പരിശുദ്ധാത്മാവാരാണ്? ഉറക്കെ പറ. പരിശുദ്ധാത്മാവാരാണ്? പരിശുദ്ധാത്മാവാരാണ്? സഹായകനാണ്. കണ്ടോ മക്കളെ, പഠിക്കാനിരിക്കുന്ന സമയത്തൊക്കെ നമുക്ക് അസ്വസ്ഥത വരുമ്പോൾ, പഠിക്കാൻ പറ്റാത്ത അവസ്ഥ വരുമ്പോൾ, പഠിച്ചിട്ട് മനസ്സിലാക്കാൻ പറ്റാത്ത അവസ്ഥ വരുമ്പോൾ, മറവി ഉണ്ടാകുമ്പോൾ, മോശം ഹാൻഡ് റൈറ്റിംഗ് ഉണ്ടാകുമ്പോൾ, എഴുതുമ്പോൾ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് സംഭവിക്കുമ്പോൾ, അപ്പോഴൊക്കെ പരിശുദ്ധാത്മാവായ ദൈവമേ എന്നെ ഒന്ന് സഹായിക്കണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു നോക്കിയേ, അവിടെ അത്ഭുതം കാണാൻ സാധിക്കും. കാരണം പരിശുദ്ധാത്മാവ് സഹായകനാ. കണ്ടോ, പഠന മേഖലയിൽ, ജീവിതത്തിലെ ഓരോ അവസ്ഥയിലും പരിശുദ്ധാത്മാവിന് നമ്മെ സഹായിക്കാൻ സാധിക്കും. രണ്ടാമത്തെ ഒരു കാര്യമാണ് മക്കളെ, സഹായകനായ പരിശുദ്ധാത്മാവ് നിങ്ങളെ എല്ലാ കാര്യങ്ങളും പഠിപ്പിക്കുകയും എന്ത് ചെയ്യും? പഠിപ്പിക്കും. അല്ലോ, ഞാൻ ഈ ഭൂമിയിൽ ഏത് കാര്യം ശരിയായ രീതിയിൽ അറിയണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു, അത് ശരിയായ രീതിയിൽ എന്നെ പരിശുദ്ധാത്മാവ് പഠിപ്പിക്കും. തെറ്റ് പഠിപ്പിക്കത്തില്ല. ശരിയായ രീതിയിൽ എന്നെ പരിശുദ്ധാത്മാവ് പഠിപ്പിക്കും. ലോകം ചില കാര്യങ്ങൾ നമ്മെ തെറ്റ് പഠിപ്പിക്കാം. കൂട്ടുകൂടിയിരിക്കുമ്പോൾ കൂട്ടുകാരൻ വന്നിട്ട് പറയുകയാണ്, എടാ ഒന്ന് സിഗരറ്റ് വലിക്കുന്നത് വലിയ കുഴപ്പമൊന്നുമില്ലടാ, തെറ്റ് പഠിപ്പിക്കാം. ചിലപ്പോൾ കൂട്ടുകൂടുന്ന സമയത്ത് ചിലപ്പോൾ കൂട്ടുകാരൻ വന്നിട്ട് പറയുകയാണ്, ചിലപ്പോൾ വെള്ളം അടിക്കുന്നത് വലിയ തെറ്റൊന്നുമില്ല, ഒരു സ്മോളൊക്കെ അടിക്കാം, കുഴപ്പമില്ല, ന്യായങ്ങൾ പറഞ്ഞു തരും, തെറ്റ് പഠിപ്പിക്കും. പക്ഷേ പരിശുദ്ധാത്മാവ് ഒരിക്കലും തെറ്റ് പഠിപ്പിക്കത്തില്ല.
പരിശുദ്ധാത്മാവ് ശരിയായ കാര്യങ്ങൾ പഠിപ്പിക്കും. പ്രത്യേകിച്ച് പഠന മേഖലയിൽ നിങ്ങൾക്ക് ആവശ്യമായ പഠനങ്ങൾ അത് പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് നൽകും. പറഞ്ഞ ഹല്ലേലൂയ. അവസാനമായിട്ട് പറയുകയാണ്, പഠിപ്പിക്കുകയും ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളവയെല്ലാം നിങ്ങളെ അനുസ്മരിപ്പിക്കുകയും ചെയ്യും. അതായത് പരിശുദ്ധാത്മാവ് ബോധ്യങ്ങൾ നൽകും. നന്മയും തിന്മയും തിരിച്ചറിയാനുള്ള കൃപ പരിശുദ്ധാത്മാവ് നൽകും. കണ്ടോ, ബോധ്യങ്ങൾ നൽകും, അനുസ്മരിപ്പിക്കും. കണ്ടോ മക്കളെ, അതുകൊണ്ട് ചേട്ടൻ പറഞ്ഞൊരു കാര്യം ഇതാണ്, നമ്മൾ പരിശുദ്ധാത്മാവിൻ്റെ കൂടെ, നമ്മുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവുണ്ട്. പുതിയൊരു പരിശുദ്ധാത്മ അറിയാൻ വേണ്ടി നമ്മൾ ആഗ്രഹിക്കേണ്ട. പരിശുദ്ധാത്മ അറിയാൻ വേണ്ടി ആഗ്രഹിക്കുന്ന പകരം എൻ്റെ ഉള്ളിലുള്ള പരിശുദ്ധാത്മാവ് ജ്വലിക്കാൻ വേണ്ടി ആഗ്രഹിക്കുക. എൻ്റെ ഉള്ളിലുള്ള പരിശുദ്ധാത്മാവ് ജ്വലിക്കാൻ വേണ്ടി ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. പറഞ്ഞ ഹല്ലേലൂയ. ഉച്ചത്തിൽ പറ ഹല്ലേലൂയ. നമ്മൾ പ്രാർത്ഥിക്കുന്ന ഒരൊറ്റ കാര്യം പ്രാർത്ഥിച്ചാൽ മതി. ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുന്നതും ഞാൻ കുഞ്ഞുങ്ങളോട് പറഞ്ഞു കൊടുക്കുന്നതൊക്കെ ഇതാ. ഞാനിങ്ങനെ പറയും, പരിശുദ്ധാത്മാവെ എന്നെ ഒരു അസാധാരണ വ്യക്തിത്വമുള്ള ഒരു കുട്ടിയാക്കി മാറ്റണമേ. സാധാരണ കുട്ടികളല്ല, അസാധാരണ, സാധാരണ ക്രിസ്ത്യാനികളായിട്ട് ജീവിക്കാനല്ല, സാധാരണ ക്രൈസ്തവനായിട്ട് ജീവിക്കാനല്ല, എൻ്റെ കൂട്ടുകാർ ജീവിക്കുന്ന പോലെ ജീവിക്കാനല്ല, അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഒരു വ്യത്യസ്തതയുള്ള, അസാധാരണമായ ഒരു കഴിവുള്ള, വ്യത്യസ്തതയുള്ള ഒരു മകനാക്കി, മകളാക്കി എന്നെ മാറ്റണമേ എന്ന് പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കണം. പറഞ്ഞേ ഹല്ലേലൂയ. പോരാ, നന്നായി പറഞ്ഞേ ഹല്ലേലൂയ. ജീവനെ പറഞ്ഞേ മക്കളെ ഹല്ലേലൂയ. പോരാ, എല്ലാവരും ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് നമ്മെ പഠിപ്പിക്കും. നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം ഇതാണ്. ഇപ്പോൾ പലർക്കും നമ്മുടെ ഉള്ളിലുള്ള പരിശുദ്ധാത്മാവിൻ്റെ ശക്തി തിരിച്ചറിയാൻ പറ്റാത്തതിൻ്റെ കാരണം എന്ന് പറയുന്നത്, പരിശുദ്ധാത്മാവിൻ്റെ മുമ്പിൽ നമ്മൾ എളിമപ്പെട്ട് നിൽക്കാറില്ല. ഇപ്പോൾ ദൈവത്തിൻ്റെ ഉള്ളിലുണ്ട്, ആ ദൈവത്തെ മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ എളിമപ്പെട്ട് നിൽക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് ജീവിക്കാൻ തുടങ്ങും. അതുകൊണ്ടാണ് മക്കളെ, ബൈബിൾ ഇങ്ങനെ ഒരു വചനം പറയുന്നുണ്ട്. ജോയേൽ പ്രവാചകന്റെ പുസ്തകം അതിൽ 2-ാം അധ്യായം 30-ാമത്തെ വചനത്തിൽ ഇങ്ങനെ പറയുന്നത്, ആ നാളുകളിൽ എൻ്റെ ദാസന്മാരുടെയും ദാസിമാരുടെയും മേൽ എൻ്റെ ആത്മാവിനെ ഞാൻ വർഷിക്കും. കണ്ടോ, ആ നാളുകളിൽ എൻ്റെ ദാസന്മാരുടെയും ദാസിമാരുടെയും മേൽ എൻ്റെ ആത്മാവിനെ ഞാൻ വർഷിക്കും. ദൈവത്തിന് മുമ്പിൽ ദാസന്റെ മനോഭാവത്തോടെ, ദാസിയുടെ മനോഭാവത്തോടെ ഏത് വ്യക്തി ജീവിക്കാൻ തുടങ്ങുന്നുവോ പരിശുദ്ധാത്മാവ് നയിക്കാൻ തുടങ്ങും. പറഞ്ഞേ ഹല്ലേലൂയ. പരിശുദ്ധ അമ്മ, ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞു. എപ്പോഴാണ് പറഞ്ഞേ? നിങ്ങൾ പറയാം, എപ്പോഴാണ് പറഞ്ഞേ? ഗബ്രിയേൽ ദൂതൻ വന്ന് എന്ത് പറഞ്ഞു? ദൈവകൃപ നിറഞ്ഞ പോലെ സ്വസ്തി, കർത്താവ് നിന്നോട് കൂടെ, അല്ലേ? അത് പറഞ്ഞിട്ട് ദൈവദൂതൻ പറയുന്നുണ്ട്, നീ ഒരു പുത്രനെ പ്രസവിക്കും, നീ അവന് യേശു എന്ന് പേരിടണം. മറിയ ഒരു സംശയം പറയുന്നുണ്ട് അങ്ങോട്ട്. എന്നാ പറഞ്ഞേ? എന്താ പറയുന്നത്? ഞാൻ പുരുഷനെ അറിയുന്നില്ല, ഞാൻ പുരുഷനെ അറിയുന്നില്ല. പക്ഷെ ആ സമയത്ത് ദൂതൻ ഒരു വാക്ക് പറയുന്നുണ്ട്. ദൂതൻ പറഞ്ഞ വാക്ക് എന്താണെന്നറിയാവോ? പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്നിൽ ആവസിക്കും. കണ്ടോ, അപ്പോഴാണ് പരിശുദ്ധ അമ്മ പറഞ്ഞത്, ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി. കണ്ടോ, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരുമെന്ന് പറഞ്ഞപ്പോൾ പിന്നെ വേറെ ഒന്നും അമ്മ പറഞ്ഞില്ല, മറിയം പറഞ്ഞില്ല, വേറെ ഒന്നും പറഞ്ഞില്ല. ഇതാ ഞാൻ കർത്താവിന്. ഒരുപാട് സംശയങ്ങളുണ്ടായിരുന്നു. പുരുഷനെ അറിയുന്നില്ല, ഇതെങ്ങനെ സംഭവിക്കും, ഇതൊക്കെ ഒരുപാട് സംശയങ്ങളുണ്ട്. പക്ഷേ പരിശുദ്ധാത്മാവ് വന്നു കഴിയുമെന്ന് പറഞ്ഞപ്പോൾ അമ്മ പറയുകയാണ്, ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി. മക്കളെ, ദൈവത്തിന് മുമ്പിലായിരിക്കുമ്പോൾ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം ഇതാണ്, വചനത്തെ സ്വീകരിക്കുക. വചനത്തെ സ്വീകരിക്കുക. ദൈവം അത്ഭുതം പ്രവർത്തിക്കും നമ്മുടെ ജീവിതത്തിലൂടെ. നിങ്ങളായിരിക്കുന്ന അവസ്ഥയിൽ നിങ്ങളൊരു അനുഗ്രഹമാകും. നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങളാൽ അനുഗ്രഹങ്ങൾ ഉയർത്തപ്പെടും. നിങ്ങൾ പഠിക്കുന്ന വിദ്യാലയത്തിൽ നിങ്ങളാൽ അനുഗ്രഹങ്ങൾ ഉയർത്തപ്പെടും. നിങ്ങൾ എവിടെ എത്തുന്നുവോ, ഏത് ജോലി മേഖലയിൽ എത്തുന്നുവോ, ഏത് ദേശത്തെത്തുന്നുവോ, അവിടെയൊക്കെ നിങ്ങളാൽ കർത്താവ് അത്ഭുതം പ്രവർത്തിക്കുന്നത് കാണാൻ സാധിക്കും. പറഞ്ഞ ഹല്ലേലൂയ.